കേരളത്തിൽ എവിടെ തൊട്ടാലും അഴിമതിയാണെന്ന് പറയുന്നവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. നിങ്ങൾ ക്രൂരന്മാരാണ്. കാരണം നമ്മുടെ നാട്ടിൽ അഴിമതി എന്നത് വെറും ഒരു കുറ്റമല്ല, അതൊരു കലയാണ്. ആ കല ഇപ്പോൾ ശബരിമലയിലെ 18ാം പടിയുടെ ചുവട്ടിലും എത്തിയിരിക്കുകയാണ്. കടലിൽ പോയാൽ കടൽ കൊള്ള, കരയിൽ പോയാൽ മണൽ കൊള്ള, ഇപ്പോൾ ദാ മല കയറിയാൽ അവിടെ മറച്ചു വിൽക്കൽ കൊള്ള. സാധാരണക്കാർ പുണ്യം കിട്ടാൻ മല കയറുന്നു. നമ്മുടെ ചില ഉദ്യോഗസ്ഥരും ഇടനിലക്കാരും പണം കിട്ടാൻ വേണ്ടി മാത്രം മല കയറുന്നു. പടിപൂജയുടെ ബുക്കിംഗ് 2045 വരെ ഫുള്ളാണത്രേ. ഇതൊക്കെ കേട്ടാൽ സാക്ഷാൽ അയ്യപ്പൻ പോലും അന്തം വിട്ടു പോയിട്ടുണ്ടാകും. എന്താ സംഭവം എന്നല്ലേ? ഒന്നുമില്ല, ചെറിയൊരു കച്ചവടം. പടിപൂജ എന്ന് കേട്ടിട്ടില്ലേ? ഒരു സാധാരണ ഭക്തൻ തന്റെ ആയുസ്സിൽ ഒരിക്കലെങ്കിലും 18ാം പടി ചവിട്ടി ആ പൂജ ഒന്ന് കാണാൻ ആഗ്രഹിക്കും. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഐടിയും ഇടുക്കും ദേവസ്വം ബോർഡിന്റെ ഭക്തിയും ചേർന്നപ്പോൾ സംഭവിച്ചത് എന്താണെന്നോ? 2040 വരെ പൂജ ബുക്കിംഗ് ഫുൾ. അതായത് അടുത്ത 14 വർഷത്തേക്ക് അയ്യപ്പന് ഡേറ്റ് ഇല്ല. പക്ഷേ 10 ലക്ഷം രൂപ കയ്യിലുണ്ടെങ്കിൽ നാളെ വൈകുന്നേരം നിങ്ങൾക്ക് പൂജ നടത്താം. ഇതാണ് പിണറായി സ്റ്റൈൽ പുരോഗമനം. എവിടെ തൊട്ടാലും അഴിമതി, എന്തിൽ പിടിച്ചാലും കമ്മീഷൻ. സ്വർണത്തിൽ കൈവച്ചു, ഭണ്ഡാരത്തിൽ കൈവച്ചു, ഇപ്പോൾ ദാ ഭക്തന്റെ വഴിപാടിലും കൈവച്ചിരിക്കുകയാണ്. ഹൈക്കോടതി വടിയെടുത്ത് നിൽക്കുകയാണ്. ഉദ്യോഗസ്ഥർ വിറയ്ക്കുകയാണ്. ശബരിമലയിലെ സ്വർണത്തിലും തൂക്കം കുറഞ്ഞപ്പോഴും ഭണ്ഡാരത്തിൽ നിന്ന് പണം കടത്തിയപ്പോഴും നമ്മൾ കരുതിയത് അതൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നാണ്. പക്ഷെ ഇപ്പോൾ അയ്യപ്പന്റെ 18ാം പടിയിൽ പോലും ലേലം വിളിക്കാൻ ധൈര്യം കാണിക്കുന്ന ഈ പുരോഗമന സർക്കാരിനെ സമ്മതിക്കണം. നവകേരളം പടുത്തുയർത്താൻ ഇറങ്ങിത്തിരിച്ചവർ സ്വന്തം മൂക്കിന് താഴെ നടക്കുന്ന ഈ പകൽ കൊള്ള കാണുന്നില്ലേ? അതോ ഈ 15 ലക്ഷത്തിന്റെ മറച്ചുവിൽക്കലിൽ ഒരു പങ്ക് AKG സെന്ററിലേക്കും പോകുന്നുണ്ടോ? സാധാരണക്കാരന്റെ വിയർപ്പും വിശ്വാസവുമാണ് ഇവർ വിറ്റുതുലയ്ക്കുന്നത്. IT വിപ്ലവത്തെ കുറിച്ച് പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിക്ക് ശബരിമലയിൽ ഒരു ഓൺലൈൻ ബുക്കിംഗ് കൊണ്ടുവരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ഓൺലൈൻ ആയാൽ സഖാക്കൾക്ക് കമ്മീഷൻ കിട്ടില്ലല്ലോ. ഹൈക്കോടതി ഇപ്പോൾ വടിയെടുത്തിട്ടുണ്ട്. വിജിലൻസ് ഫയലുകൾ പൊക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിൽ ഡോക്ടറേറ്റ് എടുത്ത ഈ ഭരണകൂടം ഇതിലും ഏതെങ്കിലും പാവം പ്യൂണിനെ ബലിയാടാക്കി മുകളിലുള്ള സ്രാവുകളെ രക്ഷിക്കുമോ എന്ന് കണ്ടറിയണം. അയ്യപ്പന്റെ 18ാം പടി കയറുന്ന ഭക്തൻ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അവിടെ സത്യത്തിനേ സ്ഥാനമുള്ളൂ. ഭക്തരെ വഞ്ചിക്കുന്ന ഈ കമ്മീഷൻ രാജാക്കന്മാർക്ക് അയ്യപ്പന്റെ കോടതിയിലും ജനങ്ങളുടെ കോടതിയിലും മറുപടി പറയേണ്ടി വരും. അന്ന് സ്വർണമായിരുന്നെങ്കിൽ ഇന്നത് സ്ലോട്ടുകളായി മാറിയിരിക്കുകയാണ്. അഴിമതിയില്ലാത്ത നവകേരളം എന്ന് പ്രസംഗിക്കുന്ന മുഖ്യമന്ത്രിയുടെ മൂക്കിന് താഴെയാണ് ഭക്തന്റെ വിശ്വാസത്തെ ഇവർ ലേലം വിളിക്കുന്നത്. ക്ഷേത്രഭരണം ഭക്തർക്ക് വിട്ടുകൊടുക്കില്ല എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? ഇത്രയും വലിയൊരു വരുമാന മാർഗം ആരെങ്കിലും വേണ്ടെന്ന് വെക്കുമോ? പാർട്ടിക്കാർക്കും ഉദ്യോഗസ്ഥർക്കും വീതം വെക്കാൻ അയ്യപ്പൻ ഒരു കറവ പശുവായി മാറിയിരിക്കുകയാണ്. ഹൈക്കോടതി ഇപ്പോൾ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. 2045 വരെയുള്ള മുഴുവൻ ബുക്കിംഗ് ഫയലുകളും പിടിച്ചെടുക്കാൻ ചീഫ് വിജിലൻസ് ഓഫീസർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മുദ്ര വെച്ച കവറിൽ ഇത് ഹാജരാക്കണം. IT-യിൽ നമ്മൾ ലോകം 1-ാം നമ്പറാണെന്ന് മുഖ്യമന്ത്രി അടിക്കടി പറയാറുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് പടിപൂജയ്ക്ക് ഓൺലൈൻ ബുക്കിംഗ് കൊണ്ടുവരുന്നില്ല? കാരണം ഓൺലൈനായ സിസ്റ്റം സുതാര്യമാകും. അപ്പോൾ ഈ വ്യാജ അഡ്രസ്സും 10 ഇരട്ടി വിലയും ഒന്നും നടക്കില്ല. അതുകൊണ്ട് IT ഒക്കെ സെക്രട്ടേറിയറ്റിന് പുറത്തു മതി. ശബരിമലയിൽ പഴയ രജിസ്റ്റർ ബുക്കും ഉദ്യോഗസ്ഥരുടെ കയ്യിലെ കറൻസിയും മതിയെന്നാണ് ഇവരുടെ നിലപാട്. പാവം ഭക്തൻ ക്യൂ നിൽക്കണം. പക്ഷേ ഇടനിലക്കാരൻ AC റൂമിലിരുന്ന പൂജ മറിച്ചു വിൽക്കണം. ഈ രീതിക്കെതിരെ ശബ്ദമുയർത്തുന്നവരെ വർഗീയവാദി എന്ന് വിളിച്ച് വായടിപ്പിക്കാൻ ശ്രമിക്കുന്നവർ കാണുന്നില്ലേ ഈ പകൽക്കൊള്ള? എന്തുകൊണ്ടാണ് ഇത്രയും വലിയ അഴിമതികൾ നടന്നിട്ടും ആരും ഒന്നും ചോദിക്കാത്തത്? കാരണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മുതൽ താഴെ തട്ടിലുള്ളവർ പാർട്ടി നോമിനികളാണ്. അയ്യപ്പനോടല്ല, AKG സെന്ററിനോടുള്ള ഇവരുടെ കൂറ്. രാഷ്ട്രീയക്കാർക്ക് പെൻഷൻ പറ്റിയാൽ സുഖമായി ജീവിക്കാനുള്ള ഒരു ഏജൻസിയായി ക്ഷേത്ര ഭരണത്തെ മാറ്റിയിരിക്കുകയാണ്. ഭക്തരുടെ പണം എടുത്ത് സർക്കാർ ഖജനാവ് നിറയ്ക്കാം. പക്ഷേ ക്ഷേത്രത്തിലെ ആചാരങ്ങൾ സംരക്ഷിക്കാൻ ഇവർക്ക് താല്പര്യമില്ല. ശബരിമലയെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റി അവിടെ നിന്ന് കമ്മീഷൻ അടിക്കാനാണ് മുഖ്യമന്ത്രിയും സംഘവും നോക്കുന്നത്. അഴിമതിക്ക് പടി കയറാൻ ഒരു മടിയുമില്ലെന്ന് ഈ സർക്കാർ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. 2040 വരെ പടിപൂജ ബുക്കിംഗ് കഴിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം നമ്മുടെ ഉദ്യോഗസ്ഥരുടെ ദീർഘവീക്ഷണം എത്രത്തോളം ഉണ്ടെന്ന്. അടുത്ത 5 വട്ടം LDF തോറ്റാലും 2040 വരെ ഈ കൊള്ള തുടരാനുള്ള സജ്ജീകരണങ്ങൾ ഇവർ ചെയ്തു കഴിഞ്ഞു. എല്ലാറ്റിനും ഒരു കമ്മീഷൻ, എല്ലാറ്റിനും ഒരു ഇടനിലക്കാരൻ. ഈ കമ്മീഷൻ വൈറസ് ഇപ്പോൾ ശബരിമലയിലെ ഭണ്ഡാരത്തിലും പടിപൂജയിലും പടർന്നിരിക്കുകയാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കുന്നതിൽ PhD എടുത്ത ഈ സർക്കാരിന്റെ കീഴിൽ ശബരിമലയുടെ പവിത്രത കാക്കാൻ കോടതി തന്നെ വടിയെടുക്കേണ്ടി വരുന്നു എന്നത് നാണക്കേടാണ്.
ഇനി നമ്മുടെ ദേവസ്വം ബോർഡിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാതെ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ കഴിയില്ല. എന്താണ് ഈ ദേവസ്വം ബോർഡ്? ഭക്തർക്ക് സേവനം ചെയ്യാനുള്ള ഇടമാണോ? അല്ല. രാഷ്ട്രീയത്തിൽ തോറ്റവർക്കും പാർട്ടി ഓഫീസിൽ വെള്ളം കോരുന്നവർക്കും സുഖമായി കഴിയാനുള്ള ഒരു റിട്ടയർമെന്റ് ഹോമായി ഈ ബോർഡ് മാറിയിരിക്കുകയാണ്. സ്വർണ്ണക്കടത്ത് മുതൽ പല വിവാദങ്ങളിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോഴും ഇവർക്ക് ഒരു കുലുക്കവുമില്ല. അയ്യപ്പന്റെ ഭണ്ഡാരത്തിലെ പണം എണ്ണി തീർക്കാൻ ഇവർക്ക് വലിയ ആവേശമാണ്. പക്ഷേ ആ പണം എടുത്ത് ബോർഡ് മെമ്പർമാർക്കും പ്രസിഡന്റിനും സഞ്ചരിക്കാൻ, ലക്ഷ്യങ്ങളുടെ പുത്തൻ ഇന്നോവകൾ വാങ്ങാനും അവരുടെ ആഡംബരങ്ങൾക്കും ഒരു കുറവുമില്ല. സാധാരണക്കാരായ അയ്യപ്പ ഭക്തൻ വിയർപ്പൊഴുക്കി നിൽക്കുന്ന ഓരോ രൂപയും ഈ സഖാക്കളുടെ സുഖവാസത്തിന് വേണ്ടിയാണോ എന്ന് ചോദിക്കേണ്ടി വരികയാണ്. പടിപൂജ ലേലത്തിന് വെച്ച ബുദ്ധിയുണ്ടല്ലോ, അത് അപാരം തന്നെ. 2040 വരെ പൂജ ബുക്ക് ചെയ്തു വെക്കാൻ മാത്രം ദൈവികമായ ദീർഘവീക്ഷണം ഈ ഉദ്യോഗസ്ഥർക്ക് എവിടെ നിന്ന് കിട്ടി? ഭഗവാന്റെ 18ാം പടിയിൽ ചവിട്ടി നിൽക്കുമ്പോൾ ഇവർ ഓർക്കുന്നത് കമ്മീഷനെ കുറിച്ചും ബിനാമി ഇടപാടുകളെ കുറിച്ചും മാത്രമാണ്. ദേവസ്വം ബോർഡ് എന്നാൽ ഇപ്പോൾ ദേവനെ വിറ്റ് കാശാക്കുന്ന ബോർഡായി അധംപതിച്ചിരിക്കുകയാണ്. മിസ്റ്റർ മുഖ്യമന്ത്രി, ഈ ബോർഡിനെ പിരിച്ചുവിടാൻ താങ്കൾക്ക് ധൈര്യമുണ്ടോ? അതോ ഈ കൊള്ളയിലെ പങ്ക് കൃത്യമായി മുകളിലേക്ക് എത്തുന്നുണ്ടോ? ഹൈക്കോടതി ഫയലുകൾ ചോദിച്ചപ്പോൾ ഉദ്യോഗസ്ഥരുടെ മുഖത്ത് കണ്ട ആ അങ്കലാപ്പുണ്ടല്ലോ, അതായിരുന്നു ഈ ഭരണത്തിന്റെ യഥാർത്ഥ മുഖം. ഒളിച്ചു വെക്കാൻ ഒരുപാടുള്ളത് കൊണ്ടാണ് ഈ വെപ്രാളം. അതുകൊണ്ട് പ്രിയ ഭക്തരെ, നമ്മുടെ ക്ഷേത്രങ്ങൾ ഈ കൊള്ള സംഘങ്ങളുടെ കയ്യിൽ സുരക്ഷിതമല്ല. പടിപൂജയും സ്വർണവും വഴിപാടുമൊക്കെ ഇവർക്ക് വെറും കച്ചവട വസ്തുക്കളാണ്. ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ നാളെ ശബരിമലയിലെ വായുവിനും ഇവർ ടാക്സ് പിരിക്കും. മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും ഇടയ്ക്കിടെ പറയാറുണ്ട് ക്ഷേത്രത്തിലെ പണമൊന്നും സർക്കാർ എടുക്കുന്നില്ല എന്ന്. എന്നാൽ സത്യം എന്താണ്? ക്ഷേത്രങ്ങൾ നൽകുന്ന ഭീമമായ ഓഡിറ്റ് ഫീസും അഡ്മിനിസ്ട്രേഷൻ ചാർജും പിന്നെ പല പേരുകളിലുള്ള പിരിവുകളും വഴി കോടികളാണ് ഖജനാവിലേക്ക് ഒഴുകുന്നത്. എന്നാൽ ഈ പണം ഉപയോഗിച്ച് ശബരിമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ഇവർക്ക് താല്പര്യമില്ല. ഒരു മഴ പെയ്താൽ പമ്പയിലെ അവസ്ഥ എന്താകുമെന്ന് നമുക്കറിയാം. ഭക്തർക്ക് കുടിക്കാൻ വെള്ളമോ ഇരിക്കാൻ ഇടമോ ഇല്ല. പക്ഷേ പടിപൂജയ്ക്ക് 15 ലക്ഷം വാങ്ങാൻ ഉദ്യോഗസ്ഥർ റെഡിയാണ്. ശബരിമലയിലെ ആചാരങ്ങളെ പറ്റി ക്ലാസ് എടുക്കാൻ വരുന്നത് പലപ്പോഴും ദൈവവിശ്വാസമില്ലാത്ത രാഷ്ട്രീയക്കാരാണ്. അയ്യപ്പനോട് ഭക്തിയില്ലാത്തവർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തിരുന്നാൽ അവർക്ക് ശബരിമല വെറും ഒരു വരുമാന മാർഗം മാത്രമായിരിക്കും. പടിപൂജയുടെ ബുക്കിംഗ് കരിച്ചന്തയിൽ മറിച്ചു വിൽക്കുന്നത് ഈ ഭക്തിയില്ലായ്മയുടെ ലക്ഷണം തന്നെയാണ്. വിശ്വാസികളെ വെറും വോട്ട് ബാങ്കോ അല്ലെങ്കിൽ മണി ബാങ്കോ ആയി മാത്രം കാണുന്ന ഈ സർക്കാരിന് അയ്യപ്പന്റെ ആചാരങ്ങളെക്കാൾ വലുത് പാർട്ടിക്കാരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ മാത്രമാണ്. അവസാനമായി ഒരു കാര്യം കൂടി, ഈ കാണുന്നതൊക്കെ വെറും മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമാണ്. നവകേരളത്തിന്റെ പടയോട്ടം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കരുതിയത് നാട് പുരോഗമിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് ആ പടയോട്ടം ശബരിമലയിലെ 18ാം പടിയിലേക്കാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നതെന്ന്. ഇരട്ടച്ചങ്കൻ ഭരണത്തിൽ ഭക്തന്റെ ചങ്ക് തകർക്കുന്ന വാർത്തകളാണ് വരുന്നത്. അയ്യപ്പന്റെ നടയിൽ വിൽക്കപ്പെടുന്നത് വെറും പൂജകളല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയുടെയും വിശ്വാസത്തിന്റെയും അന്തസ്സാണ്. 1 ലക്ഷത്തിന്റെ പടിപൂജ 15 ലക്ഷത്തിന് മറിച്ചു വിൽക്കുന്ന ഈ അത്ഭുത വിദ്യയെ സോഷ്യലിസം എന്നാണോ നിങ്ങൾ വിളിക്കുന്നത്? അതോ അഴിമതിയുടെ വികേന്ദ്രീകരണം എന്നാണോ? സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ അന്വേഷണം ഏത് ഉന്നതിയിലേക്ക് വേണമെങ്കിലും പോകട്ടെ എന്ന് തള്ളിമറിച്ചവർ ഇപ്പോൾ ശബരിമലയിലെ വിജിലൻസ് റിപ്പോർട്ട് കണ്ട് മൗനവ്രതത്തിലാണ്. എന്താ മുഖ്യമന്ത്രിക്ക് മിണ്ടാട്ടമില്ലാത്തത്? ദേവസ്വം ബോർഡ് എന്നാൽ പാർട്ടിക്കാർക്ക് പെൻഷൻ പറ്റിയാൽ ഇരിക്കാനുള്ള ഒരു സുഖവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അവിടെ ഇരുന്ന് അവർ ഭഗവാന്റെ ഓരോ പടിയും അളന്നു തൂക്കി വിൽക്കുകയാണ്. സ്വർണവും തിരുവാഭരണവും വരെ തൂക്കി നോക്കി ലാഭം കൊയ്യുന്നവർക്ക് സാധാരണക്കാരൻ പതിറ്റാണ്ടുകൾ ക്യൂ നിൽക്കുന്നത് കാണുമ്പോൾ പുച്ഛമായിരിക്കും. ഹൈക്കോടതി ഇപ്പോൾ ഈ കമ്മീഷൻ ഭരണത്തിന്റെ കഴുത്തിന് പിടിച്ചിരിക്കുകയാണ്. ഇനി ഏതൊക്കെ ഫയലുകൾ കാണാതാകും, ഏതൊക്കെ ഓഫീസിൽ തീ പിടിക്കുമെന്ന് കണ്ടറിയണം. കാരണം ഈ ഭരണത്തിൽ ഫയലുകൾക്ക് ചിറകുണ്ട്, അവ പെട്ടെന്ന് പറന്നു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട ഭക്തരെ, നിങ്ങൾ മല ചവിട്ടുമ്പോൾ ഒന്നോർക്കുക, നിങ്ങളുടെ മുന്നിലുള്ളത് കാനനവാസൻ മാത്രമല്ല, അവന്റെ ചുറ്റും കറങ്ങുന്ന ഈ വമ്പൻ സ്രാവുകളും കൂടിയാണ്. ഭക്തിയെ ലേലം വിളിക്കുന്ന ഈ സർക്കാരിന് ജനങ്ങളുടെ കോടതിയിൽ ശിക്ഷ കാത്തിരിപ്പുണ്ട്. അയ്യപ്പനെ ലേലത്തിന് വെച്ചവർക്ക് കാലം കരുതി വെച്ചിരിക്കുന്നത് കനത്ത പ്രഹരം തന്നെയായിരിക്കും. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.